കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി അപകടമുണ്ടായപ്പോൾ അവിടെയുണ്ടായിരുന്ന പോലീസ് ലൈവ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, അതിന്റെ ഫിസിക്കൽ അഡ്വഞ്ചർ ഇതിനെ യോജിച്ചതല്ല എന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട്. എങ്കിലും ഇന്നലെ രാത്രി കിടന്നപ്പോൾ ആ രംഗങ്ങൾ കുറെയൊക്കെ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. അവിടുത്തെ നല്ലവരായ നാട്ടുകാർ അവരുടെ ആ നല്ല പ്രവൃത്തിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ഇപ്പോൾ ലൈവ് വീഡിയോ ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രവാസികളാണ് എന്ന് തോന്നുന്നു. ആ സൗണ്ട് കേട്ടപ്പോൾ ആദ്യം ഓടി വന്നത് അവിടുത്തെ നല്ലവരായ നാട്ടുകാരാണ്. അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, അത് എന്റെ ആരുമല്ലല്ലോ, അല്ലെങ്കിൽ അത് എയർപോർട്ടാണ്, പ്രവാസികളാണ് വരുന്നത്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞത്, റോഡിൽ മണിക്കൂറുകളോളം രക്തം വാർന്ന് കിടന്ന ഒരു പയ്യനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ മടിക്കുന്ന ഈ കാലത്ത് ഇത്രയും വലിയ ഒരു ദുരന്തം, പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാം, ഒരു വിമാനാപകടം സംഭവിച്ചാൽ പെട്ടെന്ന് അഗ്നി പടരുകയാണ് പതിവ്. അതിലൊന്നും സ്വയം സുരക്ഷയും ഒന്നും കാര്യമാക്കാതെ അവിടെ ഓടിയെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ഹൃദയത്തിൽ തട്ടി വളരെ ആത്മാർത്ഥമായി അഭിനന്ദനങ്ങളും നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ എങ്ങനെയായിരിക്കണം എന്ന രീതിയിലാണ് നിങ്ങൾ ഇന്നലെ അവിടെ ഇടപെട്ടത്. അതും കോരിച്ചെരിയുന്ന മഴയത്ത്. ആദ്യത്തെ ആളെ കൊണ്ടുപോയത് ഒരു ലോറിയിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. സഹജീവികളുടെ ദീനരോധനവും ആ ദീനരോധനം കർണപടങ്ങളിൽ അലയടിച്ചപ്പോൾ വീടിനുള്ളിൽ ഇരിക്കാൻ അവർക്ക് സാധിച്ചില്ല. അവർ ഓടി പുറത്തിറങ്ങുകയാണ് ചെയ്തത്. അപ്പോഴും പല ആളുകൾ പറഞ്ഞു, അത് വലിയ കണ്ടത് ഫലിച്ചാൽ ഫയർ ഉണ്ടാകുമെന്ന്. അതൊന്നും ചിന്തിക്കാതെ അവിടെ കിടന്നു കരയുന്നത് എൻ്റെ കുട്ടിയാണ്, അത് എൻ്റെ സഹോദരിയാണ്, അതല്ലെങ്കിൽ എൻ്റെ സഹോദരനാണ്, എൻ്റെ ഉപ്പാണ്, അല്ലെങ്കിൽ ഉമ്മയാണ്, അച്ഛനാണ്, അമ്മയാണ് എന്ന് നിങ്ങൾ കാണിച്ചു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഈ സമയത്തും ഞാൻ നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് തരികയാണ്. നമുക്കറിയാം, ഫയർഫോഴ്സും പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ആരോഗ്യ പ്രവർത്തകരും എല്ലാവരും വന്ന സമയത്ത് അവിടെ ആദ്യം ഓടിയെത്തത് മലപ്പുറത്തെ ചുണക്കുട്ടികളാണ് എന്നതാണ്. അവർക്ക് ചിന്തിക്കാമായിരുന്നു, അത് എൻ്റെ ആരുമല്ലല്ലോ എന്ന് പറഞ്ഞ് മുഖം തിരിക്കാമായിരുന്നു. ഒരുപാട് ജീവനുകൾ അപഹരിച്ച മഹാമാരിയാണ് COVID-19. മറ്റൊന്നും ചിന്തിക്കാതെ അവിടെ കിടന്നു പിടയുന്ന ആളുകളെ കിട്ടിയ കാറുകളിൽ, കിട്ടിയ വണ്ടികളിൽ, മിനി ലോറി അടക്കം വരുന്ന കിട്ടിയ വാഹനങ്ങളിൽ കയറ്റി ആശുപത്രിയിലേക്ക് പറക്കുകയായിരുന്നു. ഇവർ ഓരോരുത്തരും വിമാനത്തിനുള്ളിൽ കയറി ഓരോരുത്തരെ താങ്ങിയെടുത്തു. യാതൊരു സുരക്ഷാ കാര്യങ്ങളും അവർക്കില്ലായിരുന്നു. കോരിച്ചെരിയുന്ന മഴ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും സഹജീവികളെ ചേർത്തുപിടിച്ച എൻ്റെ പ്രിയപ്പെട്ട കൊണ്ടോട്ടി കരിപ്പൂർക്കാരെ, നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഭീരുക്കൾ ഒരുപാട് പ്രാവശ്യം ജീവിതത്തിൽ മരിക്കും, പക്ഷേ ധീരന്മാർക്ക് ഒരിക്കൽ മാത്രമാണ് മരണമുള്ളത്. അമീദിനെ പോലെയുള്ള ആളുകൾ നിങ്ങൾ ചെയ്ത പുണ്യപ്രവൃത്തി അത് ചെയ്യുമ്പോൾ സ്വന്തം ജീവൻ വകവയ്ക്കാതെ ചിലപ്പോൾ ഫയർ വരാൻ, അതല്ലെങ്കിൽ കൊറോണ എന്ന വൈറസിന്റെ കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം പ്രവാസികളാണ്. ഇതൊന്നും വകവയ്ക്കാതെ പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒപ്പം നിന്ന് ആ റോഡുകൾ നിയന്ത്രിക്കുന്ന, കോരിച്ചെരിയുന്ന മഴയത്ത് നനഞ്ഞ് കുളിച്ച് ട്രാഫിക് നിയന്ത്രിക്കുന്നത് ആ ജനങ്ങളാണ്. ഹൃദയത്തിൽ നിന്ന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഇതാണ് പോലീസുകാരനെ ലൈവ് വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ദുരന്തത്തിലേക്ക് പറന്നിറങ്ങിയ പ്രവാസികളെ രക്ഷിക്കാൻ മഴയെയും കൊറോണയെയും പേടിക്കാതെ ഓടിയെത്തിയവർക്കും പരിചരിച്ചവർക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല.